പപ്പായ ഇനി എവിടെ കണ്ടാലും വിട്ടുകളയല്ലേ. പപ്പായയും 2 കോഴിമുട്ടയും വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി നാടൻ രുചിക്കൂട്ടാട്ടോ റെഡിയാക്കാൻ പോകുന്നത്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ചപ്പാത്തി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് ഈ ഒരു അടിപൊളി ഐറ്റം. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടാവും, കറിക്ക് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക എന്ന് കരുതി നിൽക്കുന്നവരുണ്ടാവും. അതുപോലെ മീനോ ഒന്നുമില്ലാത്തൊരു ടൈമിലൊക്കെ കുട്ടികളെയൊക്കെ മുഷിപ്പിക്കാത്ത രീതിയിൽ മക്കളായാലും മുതിർന്നവരായാലും ഒക്കെ വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഒരൊറ്റ തവണ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയൊരു പപ്പായ എടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പോൾ മീനിനൊക്കെ വില നല്ല വിലയുണ്ടല്ലേ. അപ്പോൾ ഡെയിലി വാങ്ങാമെന്ന് വെച്ച പരിപാടി സാധാരണക്കാരനായ നമുക്ക് നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെയൊക്കെ നല്ല നാടൻ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വിഭവങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അവർ വയറ് നിറച്ച് ചോറും കഴിക്കും, ഒപ്പം ആരോഗ്യവും വർദ്ധിക്കും. പപ്പായ ഇതുപോലെ നീളത്തിലൊന്ന് ചെത്തിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. ഒരു പപ്പായ അത്യാവശ്യം വലിയൊരു പപ്പായാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ എടുത്തത്. നമ്മളിവിടെ ഇതിന് കറൂത്ത എന്നാട്ടോ പറയാം. കറൂത്ത, കർമ്മത്തി, കർമൂസ, അങ്ങനെ പല പേരിലും നമ്മൾ ഈ ഒരു മലപ്പുറം ഭാഗത്ത് അറിയപ്പെടുന്നുണ്ട്. എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകാനൊന്നും പോണില്ല. അപ്പോൾ ആ തൊലിയൊക്കെ ചെത്തിയ ഉടനെ തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഒരുപാട് വെള്ളത്തിലൊന്നുമല്ല വേവിക്കണത്, കുറഞ്ഞ വെള്ളത്തിൽ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ചെറുതാക്കി തന്നെ കട്ട് ചെയ്യാൻ നോക്കാം. എന്ന് കരുതിയിട്ട് ഒരുപാട് വേണ്ട, ഈ ഒരു രൂപത്തിൽ മതി. ആ ഒരു ആവി കയറുമ്പോഴേക്കും നല്ല രീതിയിൽ അങ്ങ് വെന്തുടഞ്ഞോളും. അപ്പോഴേ നമ്മുടെ ഈ ഒരു നാടൻ രുചിക്കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും നിങ്ങൾ ആരും മറക്കരുത്. പപ്പായ അരിഞ്ഞു വെച്ചു, ഒപ്പം തന്നെ ഒരു 15ഓളം ചെറിയുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയുള്ളി, നമ്മളെ സവാള ഉണ്ടല്ലോ, അതും എടുക്കട്ടോ. അതൊന്ന് കനം കുറച്ച് നീളത്തിലാണെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. നമുക്ക് റെഡിയാക്കാനായിട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലൊരു കടായി എടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിക്കുകയാണ്. ഒപ്പം തന്നെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, 1-2 പച്ചമുളക് കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. കളർ ഒരുപാട് ചേഞ്ച് ആവുക അങ്ങനെയൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ചിലർക്ക് ഈ ചെറിയുള്ളി ഇങ്ങനെ തൊലിച്ചെടുക്കാനായിട്ട് വലിയ മടിയാണ്, പിന്നെ ഒരുപാട് സമയമാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയുള്ളി എടുത്തോളൂ കേട്ടോ. നന്നായിട്ട് ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നല്ലൊരു കുഞ്ഞ് പഴുത്ത തക്കാളി കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. ഒരിച്ചിരി സമയമാകുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് കിട്ടിക്കോളും. ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം, അത്യാവശ്യം വലിയ പപ്പായ കൊണ്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ മസാലപ്പൊടികളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മൾ ഉരുളൻകിഴങ്ങും സോയാബീനും വെണ്ടയ്ക്കൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മുടെയൊക്കെ മക്കളെ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടുന്നത് അല്ലേ, ഉച്ചക്കത്തുള്ള ലഞ്ചിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇതുപോലെയൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ മക്കൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. കുട്ടികൾ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിച്ചോളും. അതുപോലെ തന്നെ ആരോഗ്യത്തിനും പപ്പായ ഒരുപാട് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ പപ്പായ വിടൂല. എന്നും നമുക്ക് പപ്പായ കൊണ്ടുള്ള ഐറ്റംസ് തന്നെ ആയിരിക്കും പരിപാടി. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ചേർക്കുകയാണ്.
ഒപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനായിട്ടല്ല, ഈ ഒരു റെസിപ്പിക്ക് ഒരുപാട് മസാല അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറഞ്ഞ രീതിയിൽ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. മസാലയൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പപ്പായയിലോട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരിച്ചിരി വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും തന്നെ പപ്പായയിലോട്ടൊക്കെ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. കുറഞ്ഞ തീയിൽ ആക്കി വെച്ച് കൊടുക്കണേ, അപ്പോഴേ ആ പപ്പായയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ആവി അങ്ങ് കയറുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞോളും. പല രൂപത്തിലുള്ള പപ്പായ ഉണ്ടല്ലേ, ചിലത് നല്ല പൊടിയായിരിക്കും, അതുകൊണ്ട് എന്ത് കൂട്ടാൻ വെച്ചാലും നല്ല രുചിയായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള പപ്പായൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ മസാലയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പപ്പായയിലോട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. 2-3 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും തന്നെ നല്ല സൂപ്പറായിട്ട് പപ്പായയ്ക്ക് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. ഈ ഒരു കൂട്ട് നമുക്ക് ചോറും ചപ്പാത്തിക്കും മാത്രമല്ല, വെയിറ്റൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഈ ഒരു ഐറ്റമൊക്കെ ഒന്ന് ഈവനിങ്ങിൽ ഒരു പ്ലേറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ മുട്ട പ്രോട്ടീനാണല്ലോ, ഒപ്പം നമ്മുടെ ഈ ഒരു പപ്പായ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിൻ തന്നെ പറയാം പപ്പായാണ്. പപ്പായ പച്ചയോടെ കഴിക്കുന്നതും കറി വെച്ചും തോരൻ രൂപത്തിലൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ വെയിറ്റൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കൊളസ്ട്രോളൊക്കെ കുറഞ്ഞ് ഒന്ന് ഹെൽത്തൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുക. ഒരു 2 ചപ്പാത്തിയൊക്കെ ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്, വെയിറ്റും കുറയും. നമ്മളിന്ന് ഇപ്പോൾ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ മാറാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായയ്ക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമ്മൾ 2 കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് വയ്ക്കുന്നത്. 2-ൽ കൂടുതൽ 3 ആക്കാവുന്നതാണ്, 2 ഒരു മിനിമമാണ്. ഇനിയിപ്പോൾ ഒരു 3 ചേർക്കണവർക്ക് അങ്ങനെയും ചേർത്തിട്ട് ഇത് റെഡിയാക്കാവുന്നതാണ്. മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് ചിക്കിയെടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, ആവശ്യത്തിനുള്ള ഉപ്പ് മുട്ട കൂടെയൊക്കെ ചേർക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇങ്ങനെ ചിക്കി എടുത്തിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് കൊടുക്കട്ടെ. അപ്പോഴേക്കും ഈ ഒരു മുട്ട വേവാത്തതൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഈ ഒരു ടൈമിലൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതൊന്ന് അടച്ചു കൊടുക്കാനായിട്ട് പോണത്. ഇപ്പോൾ കറിവേപ്പിൻ്റെലേക്ക് ഒന്നുകൂടി ഇടണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് 1-2 തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട, ഇതുപോലെ മതി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. മുട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ അലിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഒരു 1-2 മിനിറ്റ് വെക്കുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇത് കിട്ടുക. ചിലരിതിൽ മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാറുണ്ട് കേട്ടോ. കയ്യിലുള്ളവർക്ക് 1-2 തണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ടുള്ളൊരു പരിപാടി, ഒരിച്ചിരി നല്ല നാടൻ വെളിച്ചെണ്ണ ഒരിച്ചിരി മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂണെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങൾക്ക്. കണ്ടല്ലോ, ഇതുപോലൊരു പ്ലേറ്റൊക്കെ നമുക്ക് ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാം. രാവിലേക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈ ഒരു ഐറ്റം എടുക്കാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ വെയിറ്റ് കുറക്കാനും അങ്ങനെ ആരോഗ്യം നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചോളും. അങ്ങനെ നമ്മുടെ ചോറും ഒപ്പം തന്നെ നമ്മൾ അടിപൊളി ഐറ്റമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൂട്ടാനുണ്ടാക്കുന്ന സമയത്ത് ചോറിന് ഇപ്പോൾ ഇനി കറി ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ടെൻഷൻ ആവണ്ട.
കറിയായിട്ടും തോരനായിട്ടും മീനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഐറ്റം മതി കേട്ടോ. കണ്ടല്ലോ, അതിങ്ങനെ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരൊറ്റ തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഞാനിവിടെ ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. എല്ലാവരും നോർമലായിട്ട് പൊടികളൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എരിവൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കാവുന്നതാണ്. ചപ്പാത്തിക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ. ഒപ്പം നല്ല ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.